ലല്ലു എവിടെ? എന്തു പറ്റി? അവനാദ്യമായിട്ട് അവന്റെ പെണ്ണിനെ കാണേടാ. ഇത്രയും നാള് കാത്തിരുന്നിട്ട് ഞാൻ വന്നപ്പോഴേക്കും താൻ പോയി കളഞ്ഞു. പുതിയ ഷർട്ടാ. അവൾക്ക് ഈ മുഷിഞ്ഞ ഷർട്ട് ഇടുന്നത് ഇഷ്ടമല്ല, ചീത്ത പറയും. ഇതെങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? വാ, കിടക്കണമെന്നില്ല, വന്ന് കാണും. നീ ഇതെവിടെയായിരുന്നു? സ്വർണ്ണ പാദസര ഇടാൻ കൊതിച്ചു നുള്ളിപ്പറക്കി വാങ്ങിയത്. അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി ഊരി തന്നു. ഇതിട്ടിട്ട് പോയാ മതി, ഇതിട്ടിട്ട് പോയാ മതി എന്റെ കൊച്ചു, ഇതിട്ടിട്ട് പോയാ മതി. അവളോട് മിണ്ടാൻ പോലും പറ്റില്ല. ഒരു പാഞ്ചിക്കോട്ടെ എന്ത് ചെയ്യാനാടാ? വിട്ടുകളാ. അതങ്ങനെ വിട്ടുകളൊന്നും പറ്റില്ല ഏട്ടാ. ഇടാ, ആള് പോയില്ലേ, ഇനി എന്ത് ചെയ്യാനാ? ആളെ പോയിട്ടുള്ളൂ, അവളോട് ഇഷ്ടം പോയിട്ടില്ലല്ലോ. നീ എന്ത് പ്രാന്തായി പറയണത്? ചാൻസ് ചേച്ചി മരിച്ചിട്ട് 10-12 കൊല്ലമായില്ലേ? ഇപ്പോഴും ചേച്ചി പാചകത്തിനുള്ളിലില്ലേ? ഇല്ലേ? അതുപോലെ അവൾ എൻ്റെ ഉള്ളിലിട്ടു. ആ ഇഷ്ടം അവസാനം വരെ ഉണ്ടാവുകയും ചെയ്യും. ലല്ലു, ഏതോ വണ്ടി തട്ടിയിട്ട് നിർത്താതെ പോയതാവും. റോഡിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് ഉരുണ്ടുപോയായിരുന്നു, അതുകൊണ്ടാരും കാണാതിരുന്നത്. മോർച്ചറിയിൽ നിന്ന് ഇന്ന് രാവിലെ തിരിച്ചറിഞ്ഞത്. ഇടിച്ച വണ്ടിയാണെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. സാർ അന്വേഷിച്ച വണ്ടി ഒരിക്കലും കിട്ടാൻ പോല സാർ. എന്ത്? സാറ് ഡേവിസിന്റെ കൊച്ചാപ്പനല്ലേ? വക്കീലിന്റെ ഭാര്യ ആയതുകൊണ്ട് പറയുന്നതല്ല, പൊട്ടത്തരാണെങ്കിൽ നീ വിട്ടേക്ക്. ഈ ആക്സിഡന്റ് കേസ് ഏത് ഹോസ്പിറ്റലിൽ വന്നാലും അവരുടനെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുമല്ലോ. സ്റ്റേഷനിൽ നിന്ന് അങ്ങനെ ഒരു വിവരം ലഭിക്കാത്ത സ്ഥിതിക്ക് അവരാ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടില്ല, അതുറപ്പാ. പിന്നെ ചിലപ്പോ ആക്സിഡന്റ് ആയ ഷോക്കിലോ ആള് കൂടുന്നുള്ള പേടിയിലോ അവരാ കുട്ടിയെ വണ്ടി കയറ്റി കൊണ്ടുപോയിട്ടുണ്ടാവാം. പിന്നീട് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടാവുന്ന നൂലാമാലകൾ ആലോചിച്ചപ്പോ അവര് ചിലപ്പോ ആ കുട്ടിയെ വഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ടാവും. നീ ടെൻഷൻ അടിക്കണ്ട. അവന്മാരോട് ആ വണ്ടി നമ്പർ ഓർമ്മയുണ്ടോന്ന് ചോദിക്ക്. ആ വണ്ടി കിട്ടിയാ നമ്മുടെ കൊച്ചിനെയും കിട്ടും. നമ്പറൊന്നും നോട്ട് ചെയ്തില്ല. ഏത് കാറാന്ന് ഓർമ്മയുണ്ട? തിരക്കിന്റെ ഇടയിൽ അതൊന്നും ശ്രദ്ധിച്ചില്ല. അത് വണ്ടിയിൽ ഉണ്ടായിരുന്നവന്മാരെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും? ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കും. എന്തെങ്കിലും ഒരു അടയാളം ഓർമ്മയുണ്ടോ? എന്തെങ്കിലും
എന്തെങ്കിലും അടയാളം എന്ന് പറഞ്ഞാൽ അന്ന് നിന്റെ ഒരു സാധനം കിട്ടിയില്ലേ? നേരെ ആശുപത്രിയിൽ കൊണ്ടോ? എന്താ നിന്റെ ആ സാധനം അല്ലൂന്ന് കാണിച്ചു കൊടുത്തു നോക്കി. അതൊന്നും കണ്ടറിയാൻ പറ്റില്ല ഏത് കാറാണെന്നൊന്നും. പിന്നെ എന്താടാ എന്ത് സാധനം? ഇവന്റെ അതെന്നാ കറിയും തെറിച്ച ഒരു സാധനമാണ്. അത് ഞാൻ തരില്ല, അത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. നീ കൂടെ വന്നേ. ഇവിടെയാണോ? കാണിച്ചാലേ, പക്ഷെ സ്വന്തമായിട്ട് തരില്ല. അമ്മ എന്താടാ? നേരെ എവിടെ ഇരിപ്പുണ്ട് ഇതാണ് സാധനം. അയ്യോ, ഞാനത് വെച്ച് കഞ്ഞിറക്കണേന്. ഇപ്പൊ തരാച്ചി. ഇത് അംബാസിഡർക്കാരനുള്ള ലൈറ്റ് റിംഗ് അല്ലേ? ആണോ? അംബാസിഡർ ആണോ? ഒരു പഴയ കാർ. അതൊരു പഴയ പന്നാക്കുകാരായിരുന്നു. അതിന്റെ പുറമൊക്കെ തുരുമ്പിച്ചിരിക്കണ്ടായിരുന്നു. അത് തുരുമ്പിച്ചിരിക്കണായിരുന്നില്ല, അതിന്റെ പുറത്ത് കറയായിരുന്നു. എന്റെ കയ്യിലായിട്ട് എന്തോരം കഴിയായിട്ട് പോയെന്നാ. എടാ കാറിന്റെ പുറത്ത് എന്ത് വീണ് കറാവാനാണ്? അത് തുരുമ്പിച്ചാണത്. അത് കറയായിരുന്നടാ. കാറേ അതിപ്പോ കശുമാങ്ങ, വാഗ, ഞാവൽ ഇതിന്റെയൊക്കെ ചോട്ടിക്കിടക്കുന്ന വണ്ടികൾക്കൊക്കെ കറയുണ്ടാവും. ഒരുപാട് നാള് എടുക്കാതെ അവിടെ തന്നെ ഇട്ടിരുന്ന ശരിക്ക് കറ പറ്റും. അപ്പൊ പിന്നെ റീപെയിന്റ് ചെയ്യേണ്ടി വരും. വണ്ടി ഇടിച്ചിട്ട് ഇവിടെ കിടന്നു ഇല്ലടാ. എവിടെയായിരുന്നു? ഒന്ന് പോണ തുരുമ്പായിരുന്നത്. എടാ അത് കറയായിരുന്നടാ. എടാ ഞാൻ കണ്ടല്ലേ തുരുമ്പായിരുന്നത്. എടാ പോടാ, അത് കറയായിരുന്നു. ഇവനെ കൂടി എടാ തുരുമ്പായിരുന്നു ഞാൻ എനിക്ക് അത് ഞാവൽപ്പഴം വീണേന്റെ പാടം. എടാ കാറിനോർത്ത് കുറച്ച് വീണപ്പുണ്ട്. അതും കൂടി എടുക്കട്ടെ. എടാ ലല്ലു, എടാ എടാ ആരാ? ഞാൻ ഈ കാറ് താൻ ഇന്നലെ വരുമെന്നാണല്ലോ ക്ലീറ്റസ് പറഞ്ഞത്. വണ്ടി നല്ല കണ്ടീഷനാ, സിംഗിൾ ഓണറാ. ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് ഈ വണ്ടി ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. ആ കിടപ്പ് കിടന്നാ ഈ കോലത്തിലായത്. ഈ ലൈറ്റിന്റെ റിങ്ങോട് അത് പോയോ? അതെ, ആ ഡേവീസ് എടുത്തോട്ട് പോയി എവിടെയെങ്കിലും തട്ടിയതായിരിക്കും. എന്റെ കൊച്ചുമോനാ, അവനാ വല്ലപ്പോഴും ഇതൊന്നും അനക്കണത്. ഈ ഡേവിസ് ഇവിടെ ഉണ്ട്. ദേ ആ ഡേവിസിന്റെ കൊച്ചാപ്പനല്ലേ സാർ? നിനക്കിതെന്തിൻ്റെ കുഴപ്പടാ? ഇതിന് മാത്രം പൊള്ളാൻ ആ പെണ്ണ് നിന്റെ ആരടാ? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണോ? ഇപ്പോഴും കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു പെണ്ണിൻ്റെ പുറകെ നടക്കുന്ന ഊള സെറ്റപ്പാണല്ലോ എന്ന് കരുതി വിട്ട് കളഞ്ഞപ്പം നീ അങ്ങോട്ട് കയറി കൊത്തി. അതേടാ, ഡേവിസിൻ്റെ വണ്ടി തന്നെയാ തട്ടിയത്. ഇനി അവളെങ്ങനെ ചത്തേന്ന് നിനക്കറിയണം. അത് ഞാൻ പറഞ്ഞു തരാടാ.